അതേപോലെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ ലക്ഷദ്വീപ് മെമ്പർ ഓഫ് പാർലമെന്റ് കൂടിയായ ജനാബ് പി മുഹമ്മദ് ഫൈസൽ സാഹിബ്, NCPSPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൗസീഫ് സാഹിബ്, അതേപോലെ മറ്റ് NCPSP മെയിൻലാൻഡ് അടക്കം അനുഭാവികളെ, അതേപോലെ NYCയുടെ പ്രവർത്തകരെ, നല്ലവരായ LSAയുടെ കർമ്മധീരരായ പ്രവർത്തകളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, നല്ലവരായ ലക്ഷദ്വീപ് നിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൃത്യമായിട്ട് അറിയാമെങ്കിൽ തന്നെയും എന്താണ് ഇൻകുലാബ്, അതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ഒരു കർത്തവ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ നിന്നാണ്. നമുക്കറിയാം, ഇന്ന് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം പ്രഫുൽ ഗോഡാഭായ് പട്ടേലിന്റെ പരിഷ്കാരങ്ങൾ കൊണ്ട് സർവ്വമേഖലയും അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏത് വകുപ്പെടുത്ത് നോക്കിയാലും, ഗതാഗത മേഖല ആയിക്കോട്ടെ, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും നാം ഇന്ന് പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. കൃത്യമായ ചികിത്സ നമുക്ക് ലഭിക്കുന്നില്ല, മരുന്നുകളുടെ ലഭ്യതക്കുറവ്, അതേപോലെ നമ്മുടെ എയർ ആംബുലൻസ് ആയ ഹെലികോപ്റ്റർ ലഭിക്കാതെ ആഴ്ചകളോളമോ ദിവസങ്ങളോളമോ നമുക്ക് ഹോസ്പിറ്റലിൽ കാത്തു കിടക്കേണ്ടി വരുന്ന ആ സാഹചര്യം, അതേപോലെ തന്നെ ആ ഹെലികോപ്റ്റർ ലഭിക്കാതെ മരണത്തോട് മല്ലടിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം, അങ്ങനെ നോക്കുമ്പോൾ അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുകയും പൊളിച്ചു മാറ്റുകയും, ഈ സർവ്വ മേഖലയിലും ഇന്നോളം ലക്ഷദ്വീപ് കാണാത്ത ചരിത്രപരമായ അത്ര കണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ആ മേഖലകളിലെല്ലാം, ഈ സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ LSA നടത്തുന്നുണ്ടെങ്കിൽ തന്നെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങളിൽ LSA കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ അടുത്ത കുറച്ച് കാലങ്ങളായോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും, അതിൽ നിന്നെല്ലാം ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തിന് മാത്രം കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഇൻകുലാബ് എന്നുള്ള പേരിൽ LSA മുന്നേറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ, വിവിധ പ്രതിഷേധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നു, മറ്റു തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു. എന്താണ് ഈ ഇൻകുലാബിലൂടെ ലക്ഷദ്വീപ് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്ന ആശയമെന്ന്, ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്